ജനം ടിവിയുടെ ഓണവണ്ടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ്. ഓണവണ്ടി കവടിയാർ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയ ശേഷം ഇന്ന് ശംഖുമുഖത്താണ് വൈകിട്ടോടെ സമാപനം. വിവരങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വിവിധ ജില്ലകളിൽ വലിയ വരവേൽപ്പ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാണ് ഇപ്പോൾ അനന്തപുരിയുടെ മണ്ണിലേക്ക് ഓണവണ്ടി എത്തിയിരിക്കുന്നത്, ഓണാരവം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൊട്ടാരത്തിൽ വലിയ സ്വീകരണം തന്നെയാണോ നമ്മുടെ ജനാരവത്തിന് ഓണവണ്ടിക്ക് നൽകിക്കഴിഞ്ഞത്? ആരൊക്കെയാണ്, ഏതൊക്കെ പ്രമുഖ വ്യക്തികളാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? ഒപ്പം മറ്റു വിവരങ്ങളും. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച നമ്മുടെ ഓണവണ്ടി, ജനം ടിയുടെ ഓണവണ്ടി, ഓണാരവം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഓണവണ്ടി ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്, അനന്തപത്മനാഭ നാട്ടിൽ അനന്തപത്മനാഭന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിലേക്കാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കവടിയാർ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ ഇളയ തലമുറക്കാരൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായ ശ്രീപത്മനാഭന്റെ പ്രിയദാസൻ, കവടിയാർ പാലസിലുള്ള ആദിത്യവർമ്മ, അദ്ദേഹമാണ് നമ്മളെ ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഓണവണ്ടിയെ, ജനാരവത്തെ സ്വീകരിച്ച് പുലിക്കളിക്കും മാവേലിക്കും ഒക്കെ ഒപ്പം കവടിയാർ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ എത്തി മറ്റ് ചില പരിപാടികൾ കൂടി നടത്താനുണ്ട്. പത്മനാഭദാസിന്റെ പ്രിയപ്പെട്ട ഇടത്താണ്, അനന്തപത്മനാഭന്റെ അടുത്താണ് ഇന്നിപ്പോൾ ജനം ടിവിയുടെ ഓണാരവം ഓണവണ്ടി ഉള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഓണവണ്ടിയുടെ യാത്രയ്ക്ക് സമാപനം കുറിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ ഇടങ്ങളിലൊക്കെ സഞ്ചരിച്ച ഓണം എന്താണ്, ഓണക്കാഴ്ചകൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഓണം ന്യൂ ജനറേഷൻ ആഘോഷിക്കുന്നത്, പഴയകാല ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്, ഓണക്കാഴ്ചകൾ എന്തൊക്കെയാണ്, ഓണവിഭവങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകളും യാത്രകളും ഒക്കെയായി കഴിഞ്ഞ കുറച്ചധികം ദിവസമായി സഞ്ചരിച്ച ഓണവണ്ടി ഇന്ന് വിശ്രമിക്കാൻ പോവുകയാണ്. ആ ഓണവണ്ടിയുടെ യാത്ര ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ആ അവസാനിക്കുമ്പോൾ അത് തലസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിലാണ് എന്നുള്ളതാണ്. ആ കാഴ്ചകൾ അവസാനിക്കുന്നത് തലസ്ഥാനത്താണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് പൂരാടം നാളാണ്, നാളെ ഉത്രാടമാണ്, നാളെ ഉത്രാടപ്പാച്ചിലാണ്. ആ ഉത്രാടപ്പാച്ചിലിന് മുൻപ് തന്നെ നമ്മുടെ ഈ ഒരു ഓണവണ്ടിയുടെ യാത്രയ്ക്ക് കൂടി സമാപനം കുറിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെയുണ്ട്, പുലിക്കളിയുണ്ട്, വിവിധ ഇടങ്ങളിൽ എത്തിയ അമ്മമാരുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓണത്തിൻ്റെ പ്രിയപ്പെട്ട താരം മാവേലി, ആ മാവേലി നമുക്കൊപ്പമുണ്ട്. കൂടാതെ തന്നെ കവടിയാർ കൊട്ടാരത്തിലേക്ക് നമ്മളെ സ്വീകരിച്ച ആദിത്യവർമ്മ തമ്പുരാൻ, അദ്ദേഹം ഇവിടെയുണ്ട്. ഈ കാഴ്ചകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തായിരുന്നു ഇവിടുത്തെ ചില വിശേഷ ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ചടങ്ങുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടക്കാനുണ്ട്. ഇനിയിപ്പോൾ ചെണ്ടമേളങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, പുലിക്കളിയുണ്ട്, അങ്ങനെ വിവിധ ആഘോഷങ്ങളോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഓണവണ്ടിയുടെ യാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കവടിയാർ എത്തി. കവടിയാറിൽ നിന്നും അല്പസമയത്തിനകം ഈ ഓണവണ്ടി യാത്ര തിരിക്കും. ആ ഓണവണ്ടി ഇനി അടുത്തത് പോകുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസായ, ഔദ്യോഗിക ഓഫീസായ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തും. അവിടെ DGP ആണ് ഈ ഒരു ഓണവണ്ടിയെയും ഒപ്പം തന്നെ ജനം ടിവി കുടുംബത്തെയും അവിടെ സ്വീകരിക്കാൻ പോവുകയും ചെയ്യുന്നത്. അങ്ങനെ വളരെ വിപുലമായ ആഘോഷങ്ങളോടെ, ചടങ്ങുകളോടെയൊക്കെ ജനം ടിവി, ജനം കുടുംബം ഓണം ആഘോഷിക്കുകയാണ്. ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ് കുറച്ചധികം വർഷങ്ങളായി ജനം ടിവിയുടെ കുടുംബത്തിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ഓണവണ്ടി അങ്ങനെ ഈ വർഷവും മുടങ്ങാതെ ജനങ്ങളിലേക്ക് എത്തി വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ, വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ, വിവിധ തരത്തിലുള്ള ഓണപ്പാട്ടുകളൊക്കെ പാടി അവരുടെ ഇടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഞ്ചരിച്ച് ഓണപ്പെരുമയെ പറ്റിയും ഓണക്കാഴ്ചകളെ പറ്റിയും ഒക്കെ ജനം പ്രേക്ഷകരിലേക്ക് ഈ ഓണവണ്ടിയിലൂടെ നാം എത്തിക്കുകയും ചെയ്താലും ഔദ്യോഗികമായി ഇതിൻ്റെ സമാപന ചടങ്ങുകളിലേക്കും സമാപനം ഇന്ന് കുറിക്കുകയാണ്. അങ്ങനെ ആ ഓണവണ്ടി കാസർഗോഡ് നിന്നും ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്നും ഒക്കെ യാത്ര തുടർന്ന് അങ്ങനെ തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിർത്തി കടന്നെത്തുന്ന ഓണം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഓണാരവം ഇവിടെ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ഓണവണ്ടിയും കൂടെ വന്നപ്പോൾ അത് കുറച്ചധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് പൂരാടം നാളാണ്. പൂരാടം നാളിൽ ഇപ്പോൾ കവടിയാർ കുടുംബത്തിലാണ്, ഒപ്പം തന്നെ കവടിയാർ കൊട്ടാരത്തിലാണ് ഓണവണ്ടി എത്തിയിട്ടുള്ളത്. സുരേഷ്.